അമൃതം പൊടി കൊണ്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള എന്നാൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പി എങ്ങനെയാണെന്ന് നമുക്ക് നോക്കിയിട്ട് വന്നാലോ. വെൽക്കം ബാക്ക് ടു ഡൈൻ വിത്ത് ആൻ. ഞാനിവിടെ മധുരത്തിന് വേണ്ടിയിട്ട് ശർക്കരയാണ് ഉപയോഗിക്കുന്നത്. ഏകദേശം ഒരു 1/4 കിലോ ശർക്കര ഒരു പാനിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് തിളപ്പിച്ചെടുക്കാം. ശർക്കരയൊക്കെ നന്നായിട്ട് ഉരുകിയൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഈ ശർക്കര ഒന്ന് അരിച്ചെടുക്കുകയാണ് വേണ്ടത്. ഞാനിപ്പോൾ ഇത് അരിച്ചിട്ട് വേറൊരു പാനിലേക്ക് ഡയറക്റ്റായിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. ഏകദേശം ഒരു 1/2 കപ്പോളം ശർക്കര പാനി ഞാനിപ്പോൾ ഈ പാനിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് 1 കപ്പ് ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കാം. ഫ്രഷായിട്ട് ചിരകിയ തേങ്ങ വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെന്നൊക്കെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ മാത്രം കുറച്ചുകൂടി ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഏകദേശം ഒരു 1/4 കപ്പോളം കൂടി ശർക്കര പാനി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു 3/4 കപ്പ് ശർക്കര പാനിയാണ് ഞാൻ 1 കപ്പ് തേങ്ങയ്ക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിത് സ്റ്റവിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ ഇതെല്ലാം ഇളക്കിയിരുന്നത്. ഇത് ഒരുപാട് വെള്ളമൊക്കെ വറ്റി ഹാർഡാവുന്നതിന് മുൻപായിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഒരു ബൗളിലേക്ക് ഞാൻ 1 കപ്പ് അമൃതം പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മളിതൊരു ബാറ്ററാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അതിലേക്ക് ഞാൻ 3/4 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നമുക്ക് വെള്ളം കുറച്ച് വീതം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മളെടുക്കുന്ന മുട്ടയുടെ വലിപ്പമൊക്കെ അനുസരിച്ചിട്ട് ചിലപ്പോൾ വെള്ളത്തിൻ്റെ അളവിലൊക്കെ വ്യത്യാസം വരാട്ടോ. അപ്പോൾ അത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. വെള്ളം മുഴുവനായിട്ട് ഒരുമിച്ച് ചേർത്ത് കൊടുക്കാതെ പല ബാച്ചായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. കട്ടയൊന്നും കെട്ടാതെ നമുക്കിതൊന്ന് കലക്കിയെടുക്കണം. ഇതായിരിക്കണം ഈ ഒരു ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. ഒരുപാട് ടൈറ്റ് ആവാനും പാടില്ല, എന്നാൽ ഒരുപാട് ലൂസ് ആവാനും പാടില്ല. ഇനി നമുക്ക് ഒരു ഫ്രൈയിങ് പാനിലേക്ക് ഒരു ചെറിയ തവി വീതം ഈ മാവ് ഒന്ന് കോരി ഒഴിച്ചു കൊടുക്കാം. ഇത് ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കാം. ഒരുപാട് വലുപ്പത്തിലൊന്നും പരത്തേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി നമുക്കൊന്ന് മൂടി വയ്ക്കാം. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഒരു സൈഡ് നന്നായിട്ട് വെന്ത് കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് മറുവശം കൂടി നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. 2 വശം നന്നായിട്ട് വെന്ത് കഴിഞ്ഞാൽ നമുക്കിത് ഫ്ലെയിമിൽ നിന്ന് മാറ്റാവുന്നതാണ്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള എല്ലാ പാൻ കേക്ക്സും ഇതുപോലെ നമുക്ക് ചുട്ടെടുക്കാവുന്നതാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അമൃതം പൊടിയുടെ ആ ഒരു ബാറ്ററിൽ കുറച്ച് പഞ്ചസാര കൂടി ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റി ആയിരിക്കും കേട്ടോ. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഒരു തേങ്ങ ശർക്കരയുടെ ആ ഒരു മിക്സ് കുറച്ച് വീതം എടുത്ത് ഈ ഓരോ പാൻ കേക്കിൻ്റെ പകുതി വരെ നമുക്കൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ചെറുതായിട്ടൊന്ന് മടക്കി കൊടുക്കാം. ഇത്രയേ ഉള്ളൂ, നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് വേണമെങ്കിലും കഴിക്കാം. അതുപോലെ ഈവനിങ് സ്നാക്കായിട്ടൊക്കെ കഴിക്കാൻ പറ്റുന്ന ഹെൽത്തി ആയിട്ടുള്ളൊരു ഡിഷാണ് കേട്ടോ. ഇതിൽ നമ്മൾ ഒരു തുള്ളി പോലും നെയ്യോ അല്ലെങ്കിൽ എണ്ണയോ ഓയിലോ ബട്ടറോ ഒന്നും ചേർക്കുന്നില്ല. അത് കാരണം തന്നെ മുതിർന്നവർക്കും അടക്കം കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്കാണ്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള എല്ലാ സ്നാക്കും തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഒരു തവണയെങ്കിലും അമൃതം പൊടി ഉപയോഗിച്ചിട്ട് ഇതുപോലൊരു സ്നാക്കൊന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമാവും. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കാനും മറക്കല്ലേ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. വീണ്ടും വേറൊരു അടിപൊളി റെസിപ്പിയായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.